ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണക്കച്ചെമ്മീൻ റോസ്റ്റ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 ചെറിയുള്ളി, അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അല്പം അധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിയുടെയും മുളകിൻ്റെ അളവൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് വേണമെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ ചെമ്മീനൊന്ന്, തലയൊക്കെ കളഞ്ഞു വെച്ച ചെമ്മീനാണ്, അതൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൽ അഴുക്കുണ്ടാവും. എന്തായാലും നമ്മൾ വീട്ടിൽ ഉണക്കുവാണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ ഈ ഉണക്ക ചെമ്മീനൊന്ന് കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അധിക സമയം മുന്നേ ഇത് ചെയ്ത് വെക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കണം ഇങ്ങനെ ചെയ്ത് വെക്കേണ്ടത്. പിന്നെ നമുക്ക് എടുത്തു വെച്ച ചെറിയുള്ളിയും വറ്റൽ മുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് കറക്കിയിട്ട് വന്നാൽ മതി. നല്ലതുപോലെ അരഞ്ഞ് കിട്ടേണ്ട, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ശേഷം നമുക്കൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഇത്തിരി അധികം തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉപ്പ് തിരുമിയിട്ട് മാറ്റി വെച്ച ആ ഉണക്കച്ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ കഴുകാതെ എടുക്കുവാണെങ്കിൽ നമുക്ക് നേരിട്ട് അതിൻ്റെ തല കളഞ്ഞിട്ട് ഈ എണ്ണയിലിടുമ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ കഴുകിയത് കൊണ്ടാണ് ഈ എണ്ണയിൽ നല്ലതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണ അധികം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട വന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയുടെ അളവും കുറക്കാം. കാരണം നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ തന്നെ നല്ല മുരിഞ്ഞ് വരും ചെമ്മീൻ. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ ചെമ്മീനൊക്കെ ഇതുപോലെ നല്ലതുപോലെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു പൊട്ടുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് നമ്മൾ കോരിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. ചെമ്മീൻ നല്ലതുപോലെ മുരിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കുറച്ചധികം ദിവസം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേഗം തന്നെ സോഫ്റ്റായി പോവും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് അധികം കരിഞ്ഞു പോവാതെ തീ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ചെമ്മീനിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് അതിൻ്റെ ഉപ്പൊക്കെ ഏകദേശം ആ എണ്ണയിൽ തന്നെ കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പ് ചേർക്കാത്തത്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടി 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ആ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ആ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയാവും. നമുക്ക് ചെമ്മീനൊക്കെ ഒത്തിരി അധികം കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ മോരുകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചെമ്മീൻ റോസ്റ്റ് മാത്രം മതിയാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു സാധനം തന്നെയാണിത്. അപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തയക്കാനും വളരെ എളുപ്പമായിരിക്കും. നമുക്കൊരു തോരനോ ഒരു ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ചെമ്മീനും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമ്മുടെ മുളകിൻ്റെ ഇതും ചെമ്മീനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് താഴെ അറിയിക്കുകയും വേണം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.